എന്റെ കൂടെ ഉള്ളത് സേഫ് സൈനിലാബ്ദീൻ. സേഫ് ഇതുവരെയുള്ള ദിവസങ്ങളിൽ നമ്മുടെ റിപ്പോർട്ടറാണ്. തിരുവനന്തപുരത്ത് നിന്ന് നിലമ്പൂർ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ കുറെ ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പൊ സേഫിന്റെ ബീറ്റ് എന്ന് പറയുന്നത് LDF ആണ്. തിരുവനന്തപുരത്ത് ഉള്ളപ്പോൾ തന്നെ LDF ബീറ്റ് നോക്കുന്ന ആളാണ് സേഫ്. ഇവിടെ വന്നപ്പോഴും LDFന്റെ പ്രധാന രംഗവും അവരുടെ ക്യാമ്പുമാണ് അദ്ദേഹത്തിന്റെ പ്രധാന മേഖല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, സേഫിന് എന്താ തോന്നുന്നത്? LDFന്റെ കോൺഫിഡൻസിനെ കുറിച്ച് അവർ സംസാരിക്കുന്നു. അത് സാധാരണ നിലയ്ക്ക് ഏത് സ്ഥാനാർത്ഥിയും ഇവിടെ കോൺഫിഡൻസ് കാണിക്കും? അതോ അതുപോലെയാണോ? അതോ LDFന്റെ ഉറപ്പിന് അങ്ങനെ പ്രത്യേകിച്ച് ചില കാരണങ്ങളുണ്ടോ? LDFന്റെ ക്യാമ്പിന്റെ ആത്മവിശ്വാസത്തിന്റെ കാരണം ഈ പാർട്ടി സംവിധാനം ഒന്നാകെ കഴിഞ്ഞ കുറെ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാവാത്ത തരത്തിൽ പാർട്ടിയുടെ സംസ്ഥാനത്തെ എല്ലാ സംവിധാനങ്ങളും കൊണ്ട് ഇവിടെ നിക്ഷേപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞൊരു 20 ദിവസമായിട്ട് ഞാൻ കാണുന്നത്. ഞാനിപ്പോൾ പല ഉപതെരഞ്ഞെടുപ്പുകൾ മീഡിയ വണ്ടി വന്നതിന് ശേഷം കൊണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും പാർട്ടിയുടെ എല്ലാ സംഘടനാ സംവിധാനങ്ങളെയും കൊണ്ട് ഒരിടത്ത് നിക്ഷേപിക്കുന്ന പരിപാടി അങ്ങനെ ഉണ്ടായിട്ടില്ല. മന്ത്രിമാരിറങ്ങി ഓളം ഉണ്ടാക്കും, മുകളിൽ വലിയ ഓളം ഉണ്ടാക്കിയുള്ള പ്രചരണങ്ങൾ നയിക്കും. ഇവിടെ മുകളിൽ ഓളമുണ്ട്. അതിനൊപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് പ്രധാനപ്പെട്ട പഞ്ചായത്തുകളുടെ ചുമതല നൽകി, ഓരോ ബൂത്തുകൾക്കും ഓരോ നേതാക്കന്മാർക്ക് ചുമതല നൽകി അതിന്റെ സംഘടനാ സംവിധാനം പൂർണ്ണമായും ചലിക്കുന്നുണ്ട്. അത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, മന്ത്രിമാരെല്ലാവരും വന്നുപോയി. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ഇപ്പോൾ മിക്ക ജില്ലകളിലെ ഏരിയ സെക്രട്ടറി അടക്കം തൊട്ട് മേളിലോട്ടുള്ള എല്ലാ നേതാക്കന്മാരെയും ഇവിടെ നിക്ഷേപിച്ചിരിക്കുകയാണ് ഇവിടുത്തെ വിജയത്തിന്. സംഘടന ഞാൻ ചോദിക്കുന്ന, ഇവിടെ നോക്കുക, ഇവിടെ അൻവർ ഉയർത്തിക്കൊണ്ട ഒരു മലപ്പുറം സെന്റിമെന്റ്സ് ഉണ്ട്. അതിവിടെ പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ഒരു ഫാക്ടറാണ്. ആ ഫാക്ടർ ഉണ്ടല്ലോ, അതായത് LDFന്റെ ബേസിൽ തന്നെ ചോർന്നു പോകും എന്ന് സംശയമുള്ള സംഗതി. അത് സ്വരാജിനെ കൊണ്ടൊന്ന് പൂർണ്ണമായി അടയ്ക്കാൻ പറ്റിയോ? സ്വരാജിന് ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ, നമ്മളിപ്പോൾ പറയുന്ന പോലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ മലപ്പുറം ജില്ലയിലേക്ക് ഇറങ്ങി ഈ നിലമ്പൂർ മണ്ഡലത്തിലേക്ക് ഇറങ്ങി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ യുവാക്കൾക്കിടയിൽ, മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സ്വരാജിനോട് അങ്ങനെ ഒരു എതിർപ്പ് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നില്ല. ഒറ്റ നോട്ടത്തിൽ നമുക്ക് സ്വരാജിനോട് അങ്ങനെ എതിർപ്പ് ആരോടും അങ്ങനെ പറയുന്നത്, ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അങ്ങനെ കേൾക്കുന്നില്ല. അസ്വീകാരനല്ല അല്ലേ? അതെ അതെ. ജനങ്ങളോട് സംസാരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീലാണ് കിട്ടുന്നത്. പക്ഷേ ഈ അടിത്തട്ടിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ നമ്മൾ പല ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ആന്റി ഇൻകംബൻസി എന്ന് അവർ പറയുന്നുണ്ട്, പ്രതിപക്ഷം പറയുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം ജനങ്ങൾ പുറത്ത് പറയുന്നു എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നു. നമ്മൾ അറിയാതെ ഒരു വേവ് ഇവിടെ കിടപ്പുണ്ടോ എന്ന് പോലും നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത തരത്തിൽ നിലമ്പൂരിലെ ജനത അങ്ങനെ പ്രവചനാതീതരാണെന്നാണ്. ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ നിലനിൽക്കുന്നതാണ് സേഫ് പറയുന്നത്. വെറുതെ വിട്ടുകൂടാ ഒരു പ്രഡിക്ഷൻ ഇപ്പോഴെങ്കിലും അല്ല. ഞാൻ സാറിൻ്റെ അടുത്ത് ഉച്ചയ്ക്ക് സംസാരിക്കുമ്പോഴും പറഞ്ഞു, നമുക്ക് ഇവിടുത്തെ മനുഷ്യന്മാരുടെ ഒരു പ്രത്യേകത ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്താം. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ, ഒരാൾ മൈക്ക് വെച്ച് സംസാരിക്കുമ്പോൾ സ്വരാജ് എന്നൊരാൾ പറയും. പക്ഷെ അവർ വെറുതെ സ്വരാജ് എന്ന് പറയല്ല, സ്വരാജ് എന്തുകൊണ്ട് സ്വരാജ് എന്ന് പറയും. ഷൗക്കത്ത് എന്ന്, അതെ, ഷൗക്കത്ത് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഷൗക്കത്ത് എന്ന് അവർ പറയും. അവർക്ക് പൊളിറ്റിക്കൽ റീസൺ ഉണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ജനതയെ പ്രെഡിക്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല ഇപ്പോൾ.